അതിര കടുത്ത ചൂടാണ്. പക്ഷേ ഈ മത്സരങ്ങൾ എന്ന് പറയുന്നത് അതിനേക്കാളും ചൂടാണ്. ഇപ്പോൾ നമ്മൾക്കൊപ്പമുള്ളത് ഇന്നലെ ഒപ്പന മത്സരത്തിലുണ്ടായിരുന്ന കോഴിക്കോട് നിന്നുള്ള കുട്ടികളാണ്. അവർക്ക് ഇന്നലെ അർദ്ധരാത്രിയിലാണ് അവരുടെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞത്. മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിൽ കൂടി മണവാട്ടിക്ക് അതിന്റെ നാണമുണ്ട്, ഈ കലാകാരികൾക്ക് അതിൻ്റെതായ പ്രസരിപ്പ് എല്ലാം ഉണ്ട്. ജോസഫ്, വേറൊരു കാര്യം കൂടി, ഇത് സസ്പെൻസ് ആയിട്ട് വെക്കാൻ വെച്ചിരുന്നതാണ്. ഇത് ആരാണ് എന്താണ് മത്സരം എന്നൊക്കെ. ഇപ്പൊ ഇല്ലെങ്കിൽ ഒപ്പനയുടെ കോസ്റ്റ്യൂം ഇല്ലാത്തതുകൊണ്ട് ഒരു സസ്പെൻസ് വെച്ചിരുന്നത്. അപ്പൊ ജോസഫ് ആദ്യം തന്നെ അത് പൊളിച്ചു ഇനി മണവാട്ടിയെ കണ്ടുപിടിക്കേണ്ട ഒരു ചാൻസ് ഉണ്ട്. അതെ, അപ്പൊ പറഞ്ഞോ, അതും പറഞ്ഞോ. മണവാട്ടിനെ കണ്ടുപിടിക്കേണ്ട ആരാണ്? കാണിച്ചു കൊടുത്താൽ മതി അല്ലേ? ശരി, എന്റെ ആരാണ് മണവാട്ടി? ആരാണ് മണവാട്ടി? തന്നെ തുടങ്ങാം. സിയ, അൻഹ, അൻഷിയ, ഫിദാന, ദില്ല. ഇനി ഇപ്പുറത്തുകൂടി കുറച്ച് പേരുണ്ട്. ആമിന, ദില്ല, മെഹന്ന, ഷെമിബാനു, ഐഷലിയ. ഓക്കെ, അപ്പൊ ഇത്രയും പേരുണ്ട്. ഇതിൽ പാട്ടുകാരുണ്ടല്ലേ? പാട്ടുകാരൊക്കെ അവർക്ക് നമുക്ക് മൈക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യമാണ്. മൈക്ക് കൊടുക്കല്ലേ? ഇതിനും കുറച്ച് വിശേഷങ്ങൾ കൂടി ചോദിച്ചറിഞ്ഞാൽ. തീർച്ചയായിട്ടും ചോദിച്ചിട്ട് നമുക്ക് തുടങ്ങാം. അതായത് ഈ നിങ്ങൾ എത്രാമത്തെ തവണയാണ് ഇവിടെ കലോത്സവത്തിന് വരുന്നത്? ഞങ്ങൾ 7ാമത്തെ തവണയാണ്. കണ്ടാ, ചെറിയ കളിയൊന്നല്ല. അതെ, 7ാമത്തെ തവണ. നമ്മൾ പോലും എത്തിയിട്ടില്ല അത്രയും തവണ. അതെ. കലോത്സവം അവർ ഒരു പക്ഷേ നമ്മളെക്കാളും കൂടുതൽ പരിചയം അവർക്കായിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും. അതിപ്പോ അവര് വന്നു നിൽക്കുന്ന ആത്മവിശ്വാസം ഓരോ മുഖത്തും ഉണ്ട്. അത് കാണുമ്പോൾ അറിയാം. അവർക്ക് കോസ്റ്റ്യൂം പോലും വേണ്ട. അവർ ആ ഫീലിംഗ് കറക്റ്റ് മത്സരത്തിൽ കൊണ്ടുവരും. ഇവിടെയാണ് ഇനി മത്സരം. അവിടുത്തെ മത്സരം കഴിഞ്ഞു, ഇനി ഇവിടെയാണ് മത്സരം. അപ്പൊ അവര് കറക്റ്റ് മുഖത്തുണ്ട്. ഇനി മണവാട്ടിയുടെ മുഖത്ത് മാത്രം അല്പം നാണം വേണം. അപ്പൊ അതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. പിന്നെ നമ്മളിനി നിന്നിട്ട് കാര്യമില്ല, ഇനി അവരുടെ കയ്യിലാണ്. ഓക്കെ, ശരി. ഇണതുണയേകാൻ വന്ദിതാ, വാനമിലണിയണി ചേർന്നിതാ, മിലമ്പിടെ വമ്പുകൾ ചിന്തിടും ഊരികൾ ഒത്തിണയായിതാ, അവരിൽ നിറയായി ഇരുന്നവരാസിയമറിയം പത്തിനിയാളുമേ ഹവ്വയുമുണ്ടതിൽ സാദരമേ, സാദരംശലുകളായി ചിന്തിയും ഊഷകൾ അതിശയരാഗവുമായി, ചുവടുകളാൽ നശീതകൾ സിന്ധുകൾ ബൈത്തുകളും പുതുമകളൊപ്പനയായി ശീലുകൾ മുട്ടുകൾ പൊങ്കിയൊരാരവമായി, പന്തലിൽ അറബികൾ അജമികളും പെരുമകൾ അതിശരഫായി ഉന്തിടും എങ്ങുമേ ഊഷകളും നിറയായി, ചിന്തിടും മംഗല നാൾ കുറേശ്വരെ മധുവുകൾ എമ്പിടും ഘോഷവുമായി. അപ്പോ എന്തുകൊണ്ടാണ് ഇവർക്ക് വീണ്ടും വീണ്ടും സമ്മാനം കിട്ടുന്നതെന്ന് മനസ്സിലായ വിഷ്ണു? പക്ഷെ പെട്ടെന്ന് തീർന്നുപോയി. ഗംഭീരമായിരുന്നു. അതെ, ഗംഭീരമായിരുന്നു. പക്ഷെ പെട്ടെന്ന് തീർന്നുപോയി. നമുക്ക് അങ്ങനെ ഒരു വിഷമമുണ്ടല്ലേ? അതെ. അപ്പൊ എന്തായാലും ഇത് കഴിയുമ്പോൾ അടുത്തൊരു ടീമുണ്ട്. നമ്മളിങ്ങനെ ഓരോരുത്തരായിട്ട് വെയിറ്റ് ചെയ്യാണ്. കേരള വിഷനൊപ്പം ചേർന്ന് ഈ പരിപാടിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഒരു വലിയ ടീം ഇനിയും ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും അവസരം കൊടുത്ത് ഇങ്ങനെ മാറാണ്. അപ്പൊ എന്തായാലും ഇവർക്കും സമ്മാനങ്ങൾ ലഭിക്കട്ടെ. നല്ല പാട്ടുകാരും എല്ലാം അങ്ങനെ. തീർച്ചയായിട്ടും. എങ്കിൽ ജോസഫിനെ തന്നെ ചോദിക്കാം. അങ്ങനെ പാട്ടുകാർ നിങ്ങൾ വന്നിട്ട് പാട്ട് പാടുന്നവരാ? അപ്പൊ ഒരു പാട്ട് കൂടിയാവാം. അങ്ങുവാന കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് നീല കൺമുയൽ, നീല തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി, താനെ വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ, കൊളുത്തുള്ളോരാ ചെലുക്കും വെറ്റിൽ ചെല്ലത്തിനോ, ഭൂമി അപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വെക്കാം, കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴിപ്പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര്. എന്താ
അടിപൊളിയാണല്ലോ വിഷ്ണു. ഇതൊന്നും കേൾക്കുന്നില്ല, എന്ത് അടിപൊളിയായിട്ട് ഈ കുട്ടി പാട്ട് പാടുന്നത്. ഇവരെയൊക്കെ പറഞ്ഞു വിടണോ ഇപ്പൊ? ഇതിൽ ഇനിയും കലാകാരന്മാരുണ്ട്, കലാകാരികളുണ്ട്. അതെ അതെ അതെ, കണ്ടുപിടിക്കണ ഇങ്ങനെ അതെ അതെ, ഒരു പാട്ട് കൂടെ ആവും നമുക്ക്. ഒരു പാട്ട് കൂടെ ആവും തീർച്ചയായിട്ടും. മാണിമലരായ പൂവി മഹദിയാം ഹദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. മാണിക്യമലരായ പൂവി മഹദിയാം ഹദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. വിഷ്ണു, നമ്മൾ പലരുടെയും പരിപാടികൾ എടുത്തിട്ടുണ്ട്. അതെ അതെ, ദഫ്മുട്ടിന്റെ ഒരു ടീം നമ്മുടെ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അവർ ഈ പാട്ടിന് സപ്പോർട്ട് കൊടുത്തായിരുന്നു. അതെ അതെ അതെ, ഓർക്കസ്ട്ര. അതെ 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 അതെ, അതിങ്ങനെ സപ്പോർട്ടായിട്ട് ദഫ്മുട്ടിന്റെ ടീം ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. നമ്മൾ പ്രതീക്ഷിച്ചില്ല നമ്മൾ ഇങ്ങനെ ഒരു രീതിയിലേക്ക് ഇത് മാറുമെന്നുള്ള പ്രതീക്ഷ വന്നില്ല. പക്ഷേ പൊളിച്ചു, എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു അതിഥിയെ കാണുമ്പോ അതെ അതെ, തീർച്ചയായിട്ടും അടുത്ത അതിഥി ഉണ്ടാവും. ആ ഒരു ടീമാണ്, അവർക്ക് കോസ്റ്റ്യൂം ഉണ്ട്, ഡഫ് മുട്ടാണ്, നമുക്ക് സസ്പെൻസ് ഒന്നുമില്ല. അടിപൊളിയാണ്, പിന്നെ അടിപൊളിയാണ്. അർബന മുട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് തെറ്റിപ്പോയതാണ്, അർബന മുട്ടാണ്. അപ്പൊ അവര് കാത്തിരിപ്പുണ്ട്. അപ്പോ അടുത്ത ടീമിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പ്രൈസ് എടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ്ണു, അതിഥിയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഒപ്പന കണ്ടിട്ട് വരാം.